കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. വേറെ ഒന്നല്ല കേട്ടോ, ഞാവൽപ്പഴമാണ്. അപ്പോൾ ഇന്നലെ മോൻ പുറത്ത് പോയിട്ട് വരുമ്പോൾ കണ്ടപ്പോൾ മേടിച്ച് കൊണ്ട് വന്നതാട്ടോ അവൻ. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഞാവൽപ്പഴമാണ് കേട്ടോ. അപ്പോൾ ഞാനത് അതിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത് കാണുമ്പോൾ നല്ല നമ്മുടെ നാടൻ ഞാവൽപ്പഴം പോലെ തോന്നുന്നുണ്ട് കണ്ട. പക്ഷെ ഇത് അധികം വലിപ്പമൊന്നുമില്ല, നല്ല ചെറുതായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ അറിയില്ലല്ലോ, മരുന്നടിച്ചതൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ തന്നെ ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മളുണ്ടല്ലോ 2-3 വട്ടമൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടില്ല കേട്ടോ. ലാസ്റ്റ് വെള്ളത്തിൽ കഴുകിയിട്ട് ഇടുന്നതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ചെറുപ്പത്തിലേക്ക് ഞാവൽപ്പഴം കിട്ടി കഴിഞ്ഞാൽ ഞങ്ങളുണ്ടല്ലോ ഇതേപോലെ കത്തിയോടെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കൂട്ടോ. എന്നിട്ട് അതിൽ മുളക് പൊടി ഉപ്പും പൊടിയൊക്കെ ഇടും. അപ്പോൾ മോൻ പറഞ്ഞു അമ്മ കഴിച്ചിരുന്ന പോലെ തന്നെ ഒന്ന് ആക്കി തരാനായിട്ട്. അവനും ഇത് കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. കാരണം നമ്മുടെ അവിടെ ഒന്നും ഇപ്പോൾ കിട്ടാനില്ലല്ലോ. പിന്നെ വരവ് ഉണ്ട്, പക്ഷെ അത് അപ്പോൾ അത്രയും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് തനി നാടൻ തന്നെയാണ് കേട്ടോ അവൻ മേടിച്ചു കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് കുരുവാണ് ഏറ്റവും വലിപ്പം. അപ്പോൾ നമ്മുടെ നാടൻ തന്നെയാണെന്ന് ഉറപ്പാണ്. അപ്പോൾ ഇത്രയും ഞാൻ ഉപ്പും നമ്മുടെ മുളക് പൊടിക്ക് ഇടാൻ വേണ്ടിയിട്ട് ആക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അതേ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്കതിലേക്ക് തിരുവോളം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്നാക്കി കൊടുക്കുക, എല്ലായിടത്തേക്കും ആവുന്ന പോലെ. ഇതാ അപ്പോൾ ഇതേപോലെ ആക്കിയിട്ടുണ്ടല്ലോ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടാ. അപ്പോൾ നമ്മളിത് കഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുരുണ്ട്, ആ കുരു നമ്മൾ കളയണം കേട്ടോ. അപ്പം ഇത് മോൻ കൊടുക്കട്ടെ.